ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ 2025 ഡിസംബർ 31 എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ബാങ്കിലെത്തി. ഇപ്പം ഞങ്ങളുടെ ബാങ്കിലെ ഗോകുലേട്ടൻ വണ്ടൂർ ബ്രാഞ്ചിലേക്ക് പോവുകയാണ്. അപ്പം ഗോകുലേട്ടനെ കണ്ട് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തു. കയറുന്ന വഴിക്ക് ഞങ്ങളുടെ താഴത്തുള്ള പിന്നെ ഓരോ റൂമിലെയൊക്കെ ടീമുകളാട്ടോ അതൊക്കെ. ബാങ്കിലെത്തി. അപ്പോൾ പ്രീതി നേരത്തെ എത്തിയിട്ടുണ്ട്. എന്നെപ്പോലുള്ളൊരു കളക്ഷൻ ഏജൻ്റ് ആട്ടോ പ്രീതി. ഇത് ഞങ്ങളുടെ ക്യാഷ്യർ റംഷീന. ഇത് ഞങ്ങൾക്ക് പുതിയതായിട്ട് വന്നൊരു കുട്ടിയാട്ടോ, ഐശ്വര്യ എന്നാണ് പേര്. പിന്നെ ഞങ്ങളുടെ സെക്രട്ടറി. ബാങ്കൊക്കെ നല്ല വർക്കിങ്ങിലാണ്. ഞാൻ ബാങ്കിൽ കുറച്ചൊന്ന് ഇതായിട്ടാണ് എത്തണത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പൈസയൊക്കെ അടച്ച് ഞാൻ ഇറങ്ങി. അപ്പോഴാണ് താഴത്തെ ശശിയേട്ടനപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ശശിയേട്ടന് ആ 25-ന് ഒരു ടാറ്റ കൊടുത്തേന്ന് പറയുകയാണ്. 2025 അങ്ങോട്ട് പൊയ്ക്കോട്ടേന്ന്. എന്താ ഇപ്പുറത്ത് സർജിക്കലിൻ്റെ ഷോപ്പിൽ നമ്മുടെ ശങ്കരേട്ടനോടും പറഞ്ഞു ഒരു ടാറ്റ കൊടുക്കാൻ. അപ്പോൾ ഒരു ടാറ്റയൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാം. ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ മരുമകൾക്ക് ജോലിക്ക് പോകണം. അപ്പോൾ അവിടെ ചെറിയൊരു കുഞ്ഞുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് നേരം ചെന്ന് നോക്കി കൊടുക്കാറുണ്ട്. ചേച്ചിയൊക്കെ അവിടെ ഇല്ല, അവർ ടൂർ പോയിരിക്കുക. ഒരു 10 ദിവസത്തെ റെയിൽവേയുടെ ഒരു പാക്കേജിന് പോയിരിക്കുക. അപ്പോൾ അവർക്ക് ജോലിക്ക് പോകണമെങ്കിൽ അവിടെ ആരുമില്ല. അപ്പം നാത്തൂൻ പറഞ്ഞ നാത്തൂനും അമ്മയും കൂടെ അങ്ങോട്ട് വരും. എന്നാൽ ഞാനും ചെന്നവരുടെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ മുറ്റത്ത് കണ്ട കാഴ്ചകളൊക്കെ ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്താണ്. പൂക്കളെ കാണുമ്പോൾ നമുക്കൊരു രസമാണല്ലോ. രാവിലത്തെ വീഡിയോ എഴുന്നേറ്റപ്പോൾ ഉടനെയുള്ള ഞാൻ എടുത്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ചിക്കുവിന് വയറുവേദനയായിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ചിക്കുവിൻ്റെ ഹെൽപ്പൊന്നും ഉണ്ടായില്ല. പിന്നെ വീട്ടിലേക്ക് കയറി ചെല്ലുക. ചേച്ചിയുടെ വലിയ മോൻ്റെ വീടാട്ടോ. ഇതെൻ്റെ നാത്തൂനാണ്. നാത്തൂനും അമ്മയൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ നോക്കാൻ ചെല്ലണ കുഞ്ഞിപ്പൈതൽ കേട്ടോ. 9 മാസമായിട്ടുണ്ട്. പൈതലിൻ്റെ ചേച്ചിപ്പെണ്ണാണ് നടക്കുന്നത് കേട്ടോ. 2 പെൺകുട്ടികളാണ്. അപ്പോൾ എന്നെ കണ്ടുടനെ ഓടി എൻ്റെ അടുത്ത് വന്നു കേട്ടോ. മിഖ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. അപ്പോൾ ഈ ഹെഡ്ഫോൺ കണ്ടിട്ട് അത് വായിൽ വെക്കാൻ വേണ്ടിയിട്ടേ വന്ന് ഈ മൊബൈൽ ഞാനങ്ങനെ എടുക്കുക. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കുഞ്ഞ്. ഞാനിപ്പം ആദ്യം ഒരു വീഡിയോ കാണിച്ചില്ല, അതാ മോൻ്റെ വീട്. ചേച്ചിയുടെ വീടിൻ്റെ അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് മുൻവശത്ത് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെയാണ്. ഇപ്പുറത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ ചേച്ചിയുള്ളപ്പോൾ ചേച്ചിയാണ് നോക്കിക്കൊണ്ടിരിക്കണതേ. ഇവരങ്ങോട്ട് കൊണ്ടാക്കി കൊടുത്തേച്ചും ജോലിക്ക് പോകും. അപ്പോൾ ചേച്ചി ഒരു 10 ദിവസത്തിനൊന്നങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ചെന്നു അങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ കിടക്കുക. എന്നെ കണ്ടപ്പം മൊബൈലും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ലോകിയൊക്കെ ഉണ്ടെന്നല്ലാതെ വേറെ ലോകിയില്ല. അപ്പോൾ ഞാൻ നാത്തൂനോട് ചോദിക്കും ഇതെന്നതാ കസേരയൊക്കെ ഇവിടെ വെച്ചിരിക്കണേന്ന്. അപ്പോൾ ഇവിടെ അങ്ങോട്ടൊക്കെ കയറിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വെച്ചിരിക്കുന്ന തട. അങ്ങനെ അഞ്ചു ഇതാ പോയി. അഞ്ചൂനെ വിടാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക. പിന്നെ നാത്തൂൻ കൊണ്ടുപോയിട്ട് ഫുഡ് കൊടുക്കുകയാണേ. ആദ്യം വഴക്കൊന്നും ഇല്ലായിരുന്ന കൊച്ചാ. ഇപ്പോൾ കുറച്ച് ഭയങ്കര വഴക്കൊക്കെയാണ്. കയ്യിന് താഴെ ഇരിക്കുകയൊന്നുമില്ല. അപ്പോൾ നാത്തൂനെ അങ്ങനെ കൊണ്ടു കിടന്ന് കഴിക്കാൻ കൊടുക്കലും നോട്ടമൊക്കെയാണ്. ഒരു ചാവിയുടെ ഇതിങ്ങനെ കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്തെങ്കിലും ഒന്ന് മേടിക്കുകയൊക്കെ ചെയ്താൽ ഭൂലോക കച്ചറ ഉണ്ടാക്കുക നീ. അപ്പോൾ തറയിൽ എന്ത് ചെയ്താൽ ഇരിക്കൂല, എടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ നാത്തൂൻ മടിയിൽ വെച്ചൊന്ന് ഇരിക്കാൻ നോക്കിയത്. അപ്പോൾ കരയിന്ന് എഴുന്നേറ്റ് നിൽക്കാഞ്ഞിട്ട് ഉണ്ട്. പിന്നെ നാത്തൂനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അല്ലാതെ കരയിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കൊണ്ട് നടക്കുക. ഞാനും കുറേ എടുത്തുകൊണ്ടൊക്കെ നടന്നു നോക്കി. കുറേ പാട്ടും കച്ചേരി. എൻ്റെയൊക്കെ ഒരു ട്രിപ്പ് കച്ചേരി കഴിഞ്ഞു കേട്ടോ. ഒന്നും ഏൽക്കുന്നില്ല. പിന്നെ നാത്തൂൻ തന്നെ കൊണ്ട് കിടക്കുക. അപ്പോൾ ആ നേരത്തെ ഞാൻ എടുത്ത് അവിടെ കുറച്ച് ചെറിയുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് ഒക്കെ ഒന്ന് വൃത്തിയാക്കി. എന്നാൽ എന്തായാലും ചെന്ന് ഇവിടുന്ന് മെനക്കെട്ട് കൊച്ചു നോക്കാനെന്നും പറഞ്ഞു. അതോ നടക്കുന്നില്ല. അപ്പോൾ അതാലോചിച്ചു. അപ്പോൾ നാത്തൂന് എന്ത് പണിയാണെന്ന് വെച്ചാൽ ഒരു ചാവി എടുത്തങ്ങ് താഴത്തേക്ക് ഇട്ട് അതെടുക്കാനിരുത്തുന്ന കൂട്ടങ്ങ് താഴത്തിരുത്തി. എന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിപ്പെണ്ണ ഒരു ഭാവിയിലൊക്കെ വെച്ച് ഉന്തിയങ്ങ് കളിക്കുക. എത്ര നേരം ഇരിക്കുന്ന അറിഞ്ഞുകൂടാ. അപ്പോഴത്തേക്ക് അങ്ങ് വഴക്കാവോ ചെയ്യും, വാശി പിടിച്ചിട്ടേ. എന്തായാലും എന്നിട്ടിപ്പോൾ ഉറക്കം വന്നിട്ട് അങ്ങ് വയ്യ. ഒരു ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കഴുകി ഞാൻ ഉള്ളി ഇതൊക്കെ എടുത്ത് ഒരു പിന്നെ പേപ്പറെ വെച്ചിരിക്കുക കേട്ടോ. അതൊരു ടിന്നിലിട്ട് വെക്കാനേ. അപ്പം മേളിൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് കുളിക്കാൻ പോയത് അമ്മ. എന്നിട്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും സൗകര്യമുള്ള വീട്ടിൽ ഈ കുളിമുറിയിലും ഒന്നും കുളിക്കാൻ പറ്റിയില്ല. തുണിയും കെട്ടിപ്പെറുക്കി മേളിൽ പോകാനും പറഞ്ഞ് ഞാൻ വഴക്ക് പറയുമായിരുന്നു. അപ്പോൾ അതൊന്നും കേൾക്കുന്നൊന്നുമില്ല. അമ്മയ്ക്ക് എന്നും ചെയ്ത് ശീലിച്ച സ്ഥലത്തുനിന്ന് തന്നെ അങ്ങ് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മയുടെ കയ്യിലിരുന്ന് ഒന്ന് പതുക്കെ ഉറങ്ങി തുടങ്ങിയത്. എടുക്കാൻ നോക്കിയപ്പോൾ വീണ്ടും ഉണർന്ന്. പിന്നെ നാത്തൂനെ എടുത്തുകൊണ്ട് നടന്നാണ് ഉറക്കി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പാട്ട് പാടി. കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ മൊബൈലിലൊക്കെ പാട്ട് വെച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ഏശി കിട്ടുന്നില്ല. കൊച്ചു വഴക്ക് തന്നെ. പിന്നെ അടുക്കളയിൽ പോയിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ.
ആദി എന്നാണ് മൂത്ത മോളുടെ പേര്. അവളെ പിന്നെ എൻ്റെ അമ്മയുടെ മൊബൈൽ എടുത്തിട്ട് എൻ്റെ വീഡിയോ കാണുക. എനിക്കത് കണ്ടപ്പോൾ ഒരു രസം. അപ്പോൾ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് നാത്തൂൻ വന്നിട്ട് കൂട്ടാൻ കടുക് വറുക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ യാത്ര പറഞ്ഞ് പോയി. ഞാനവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലല്ലോ, ഇന്ന് തിരക്കുള്ള ദിവസമാണ്. അപ്പം അമ്മ എന്നെ യാത്ര അയക്കാൻ വന്ന് നിൽക്കുക. വന്ന് അങ്ങാടി വന്ന് ഞാൻ എന്താ ഒരു കടയിലെ കളക്ഷൻ എടുക്കുന്നു. പുള്ളി ഞങ്ങളുടെ ബാങ്കിലെ ഡയറക്ടറാണ്. നാസറാക്കാൻ്റെ കടയിലെ കളക്ഷൻ എടുത്തു. അപ്പോൾ വീഡിയോ നമുക്ക് എടുത്ത് തരുന്നത് തൊട്ടപ്പുറത്തെ കടയിലെ ഒരു ഇക്കയാണ് കേട്ടോ. ഇക്ക എന്നോട് പറഞ്ഞു ഞാൻ എടുത്തു തരാം വീഡിയോ. ഞാൻ പറഞ്ഞു ഞാൻ കളക്ഷൻ എടുക്കുന്ന വീഡിയോ ആരെടുക്കും? അപ്പോൾ ഇക്ക പറഞ്ഞു ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തൊരു ഗൾഫ് ബസാറുണ്ട്, അവിടുത്തെ ഈ ഇക്കയാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓടി ഞാൻ വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താ അറിയോ? കണ്ണന് പിറന്നാളായിട്ടൊരു പുതിയ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ അതങ്ങ് കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ എന്ത് സർപ്രൈസും ഇല്ല, ഒന്നുമില്ല. ഇത് പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉപ്പച്ചി ഉമ്മച്ചിയാണ് കേട്ടോ. അവർക്ക് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കളക്ഷൻ എടുത്ത് അവിടുന്ന് സന്ധ്യയായപ്പോൾ ഒരു കുട്ടി കേക്ക് വാങ്ങിപ്പോയതാ കേട്ടോ, ന്യൂ ഇയർ കേക്ക്. അവിടെ ചെന്നു അത് മുറിച്ചു ഞാൻ ഒരു കുഞ്ഞി കഷ്ണമൊക്കെ കഴിച്ച് അവരുടെ കൂടെ നിന്നു, ഓടിപ്പോരും ചെയ്തു. എന്നാലും ഞാൻ എല്ലാ മാസവും കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് തിരക്കൊണ്ട് പോകാൻ പറ്റാറില്ല. അപ്പോൾ ഡിസംബർ അങ്ങ് പോകുന്ന പോക്കിൽ ഞാൻ ഓടി ചെന്ന് രണ്ടുപേരെയും കണ്ടിട്ട് വരാൻ ഓടി ചെന്നതാണ് കേട്ടോ. അപ്പോൾ അതൊരു വലിയ സന്തോഷം, അവരുടെ കൂടെ ചെന്ന് സ്പെൻഡ് ചെയ്തു. ഉമ്മച്ചീൻ്റെ കാലിലൊരു ചെറിയ മുറിവുണ്ടായിട്ട് അതൊക്കെ കയറ്റി വെച്ച് കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ടും അങ്ങനെ ചട്ടിയൊക്കെ വന്ന് കേക്ക് മുറിക്കാനൊക്കെ കൂടി. അവിടെ മോളും വേറൊരു മോനും ആട്ടോ അവിടെ നിൽക്കുന്നവർ, 4 മക്കളാണ്. അപ്പോൾ അവരെയൊക്കെ പോയി കണ്ടു, സന്തോഷമായിട്ട്. അവിടെ നിന്ന് അപ്പം തന്നെ അങ്ങോട്ട് തിരിച്ചു പോരണം. കാരണം ഞാനെല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് റിട്ടേൺ പോരേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. കുറച്ച് നേരം ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടാട്ടോ കേക്ക് മുറിക്കാൻ തന്നെ തുടങ്ങുന്നതേ. അല്ലാതെ ചെന്നപ്പോൾ തന്നെ അങ്ങോട്ട് മുറിച്ചിട്ടൊന്നുമില്ല. പിന്നെ റിട്ടേൺ ഞാൻ വീട്ടിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. എൻ്റെ കിച്ചൺ ആകെ വലിച്ച് വാരിയിട്ടിട്ടുണ്ട്. കാരണം എല്ലാവരും വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. ഏട്ടനാണ് ചിക്കൻ്റെ പരിപാടി, ചിക്കൻ കറി വയ്ക്കാനുള്ള പുറപ്പാടിലാണ്. നെയ്ച്ചോറും പിന്നെ ചിക്കൻ ഞങ്ങൾ ചുട്ടാനും ഉള്ള പരിപാടി കേട്ടോ. ഞാൻ വന്നിട്ട് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു, കേട്ടില്ല, ആകെ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ സന്ധ്യയായപ്പോഴത്തേക്ക് എല്ലാവരും വന്നു. മിനി, കുഞ്ഞുമോന്, സച്ചുട്ടൻ, അപ്പു, ഞാൻ, പിന്നെ ഏട്ടൻ്റെ കമ്പനിയിലെ കുറച്ച് പേരുമാണ് കേട്ടോ. അപ്പം മുറ്റത്ത് ഇങ്ങനെ എല്ലാ ബൈക്കും ഓട്ടോറിക്ഷ എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പോൾ ഓരോ സെക്ഷൻ ചുടൽ തുടങ്ങി. തീയൊന്നും കത്തുന്നില്ല കേട്ടോ, മേളാണ്. പക്ഷേ ഇതൊക്കെയാണല്ലോ ഇതിൻ്റെ രസം. അപ്പോൾ ഞങ്ങൾക്ക് ചുട്ടതൊന്ന് ഉപ്പ് നോക്കാൻ തന്നതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ഞാനുണ്ട്, മിനിയുണ്ട്, കുഞ്ഞുമോനുണ്ട്, പിന്നെ സച്ചുട്ടിന് പനിക്കുന്നെന്ന് പറഞ്ഞ് അവിടെ കിടന്നു, അപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നുള്ളി തിന്നോണ്ടൊക്കെ ഇരിക്കുകയാണ്. ഒരു കഷ്ണം തീരുമ്പോൾ അടുത്ത ഒരു കഷ്ണം കൂടെ കൊണ്ടുവരും. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവർ പുറത്ത് ചൂടുന്നു കേട്ടോ. അപ്പോൾ അതിനിടെ കൂടെ ഞാൻ വന്നതിന് ശേഷം മേല് കഴുകി സാരിയൊക്കെ കൊടുത്തേ. ഒരു ന്യൂ ഇയറൊക്കെ അല്ലേ, ചുമ്മാ കളറായിരിക്കട്ടെ എന്ന് പറഞ്ഞ് സാരിയൊക്കെ കൊടുക്കുക. അപ്പം മിനിയോടങ്ങ് കുലൂലാന്ന് വർത്താനവും പറയുന്നുണ്ട്. തീറ്റയ്ക്കും ഒരടക്കം ഇല്ല കേട്ടോ, തിന്നുകൊണ്ടും ഇരിക്കുകയാണ്. പിന്നിപ്പം പടക്കത്തിന് പോയി ഇവരെല്ലാം കൂടെ, പടക്കം കിട്ടിയില്ല. അപ്പം നമ്മുടെ അതിൽ പെട്ട ഒരാളുടെ സിജേഷ് എന്ന് പറയും, വീട്ടിലിരുന്ന പടക്കം എടുത്തു കൊണ്ടുവന്നു. അതെന്നിട്ട് കത്തിപ്പിടിക്കാത്തതുകൊണ്ട് അങ്ങനെ പൂത്തിരിയൊക്കെ കത്തിക്കുക. അത് ശരിക്കും ആയി കിട്ടുന്നില്ല, കുറച്ച് പഴകിയ പടക്കാമെന്നും പറഞ്ഞിട്ട് അതെങ്ങനെയൊക്കെയോ കത്തിക്കുന്നുമുണ്ട്. ഞാനും മിനി എന്നിട്ട് ഞങ്ങൾക്കും ഓരോ പൂത്തിരി കത്തിക്കാൻ വേണ്ടി ചെന്ന് നിൽക്കുകയാണ്. എത്രയായിട്ടും കത്തിപ്പിടിച്ചൊന്നും ഞങ്ങളുടേത് കിട്ടിയില്ല. അവരുടെ കയ്യിലിരുന്നൊക്കെ ഓരോ പിന്നെ ഇച്ചിരിച്ചയൊക്കെ കത്തി, അങ്ങനെ പഴകിയതായതുകൊണ്ട് ശരിക്കും ആവുന്നില്ല. അങ്ങനെ ഞാൻ ചിക്കും കണ്ണനും ഇവിടെ ഇല്ല കേട്ടോ. അവർ രാത്രിയിൽ കടപ്പുറത്ത് പിന്നെ പോയതാണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പിരിവൊക്കെ കഴിഞ്ഞ് മിനിയൊക്കെ എത്തുമ്പോഴത്തേക്ക് അവർ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മിനിയോട് ഞാൻ പറഞ്ഞേ, പിള്ളേർ സെറ്റൊക്കെ നമ്മുടെ ഒപ്പം കൂടാൻ നിന്നാൽ നമ്മുടെ നടക്കില്ല. പോണവരൊക്കെ പോട്ടെ, പോവാതെ നിൽക്കുന്നവരൊക്കെ വന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടെ ഒരിടത്ത് കൂടിയിരുന്ന് അങ്ങ് ആഘോഷിക്കാം. അല്ലാതെ ഓരോ വീട്ടിൽ പോയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ പുറകെ ആലോചിച്ചിരിക്കാനൊന്നും വയ്യ. ഉള്ളവരാഘോഷിക്കാമെന്നും പറഞ്ഞ് മിനീനെ വിളിച്ച് വരുത്തി. അപ്പം മിനി ആയിക്കോട്ടെ, ഞങ്ങൾ പിന്നെ അങ്ങനെയാണ് എല്ലാ കാര്യത്തിനും. ഒരു വീട്ടിൽ പോകുമ്പോൾ ഉള്ളവർ കൂടി അങ്ങ് ആഘോഷിക്കും, അത്ര തന്നെ. അപ്പം മിനി അതോട്ട് വേഗം വന്നു. കുഞ്ഞുമോനും മിനി അമ്മും കൂടെ ഓട്ടോറിക്ഷയ്ക്ക്. അമ്മുന് പിന്നെ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റിലായിരുന്നുകൊണ്ടിരുന്നത്, വേറെ എവിടെയും കുഞ്ഞുമാവയുള്ളതുകൊണ്ട് പോകാൻ വയ്യല്ലോ. അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ ഞങ്ങൾ ഓരോ കഥ പറച്ചിലും വിശേഷമൊക്കെ ആയിട്ട് അങ്ങനെ മുറ്റത്ത് കൂടി നിൽക്കുക. ഇതങ്ങ് കഴിഞ്ഞ ഉടനെ വേണം നമുക്ക് ഫുഡ് എടുക്കാൻ. എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്.
അപ്പം തീറ്റയോടുകൂടി ഞങ്ങൾ പിരിയും. അപ്പോൾ എല്ലാവരും കൂടെ പിന്നെ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ന്യൂ ഇയറിൻ്റെ ഒരു പടക്കം പൊട്ടിക്കണേ. അപ്പോൾ തൊട്ട് താഴത്തൊരു ഉമ്മ വയ്യാതെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ ഇട്ട് പടക്കം പൊട്ടിച്ചാൽ ആ ജനലിൻ്റെ സൈഡിൽ നിന്നാകുമ്പോൾ ഉമ്മ ഞെട്ടിച്ചാടും. പണ്ടൊരിക്കൽ ഞങ്ങൾ അങ്ങനെ പൊട്ടിച്ചപ്പോൾ ഉമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യരുതെന്ന് ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇവരതൊക്കെ കേട്ടിങ്ങനെ പടക്കം പൊട്ടിക്കാൻ പറ്റാത്തൊരു ദുഃഖത്തിലാണ് കേട്ടോ. ഞാനും മിനിയും കൂടെ പിന്നെ അകത്തോട്ട് കയറി പോവുക. കാരണം വിളമ്പാനുള്ള സാധനവും പ്ലേറ്റും ഒക്കെ സിറ്റൗട്ടിൽ കൊണ്ടുവച്ച് നിരന്ന് അവിടെ ഇരുന്ന് കഴിക്കാനാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. അപ്പം ബാക്കി സെറ്റ് അവിടെ നിന്നത് എങ്ങനെയാണ് ബാക്കി കൈകാര്യം വിശേഷം പറച്ചിലും വേണം. എല്ലാവരും നല്ല രസത്തിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങളെന്തായാലും ഫുഡൊക്കെ എടുത്ത് നെയ്ച്ചോറൊക്കെ അടുക്കളയിലാണ് വെച്ച പിന്നെ മുറ്റത്തിട്ടിട്ടാണ് ചിക്കൻ ചുട്ടെടുത്തത്. അപ്പോൾ അതൊക്കെ എടുത്ത് ചിക്കൻ കറിയൊക്കെ ഒന്നും കൂടി കൊണ്ടുവന്ന് വെക്കണമല്ലോ. അതിനിടയിൽ കൂടെ ഞാനും അമ്മൂസും കൂടി നമ്മുടെ അടുക്കള ഇവരാകെ നിരത്തിയിട്ടൊക്കെ ക്ലീൻ ചെയ്ത് കേട്ടോ. അങ്ങനെ മിനി കൊച്ചിനെ എടുത്തുകൊണ്ടിരുന്ന് അപ്പോൾ ഇവരെന്തെടുത്ത് റോട്ടിൽ കൊണ്ടുപോയി ആ പടക്കം പൊട്ടിച്ച് ഒരു ആത്മനിർവൃതി അടഞ്ഞ് വരിക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് എടുത്തു. ഞങ്ങളെല്ലാവരും ബൊഫേ ആയിരുന്നു. നിരത്തി അങ്ങ് വെച്ചിരിക്കുക ഫുഡ് തിണ്ടേ കൂടെ കേട്ടോ. എല്ലാ സാധനവും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പ്ലേറ്റിൽ അവരാർക്ക് വേണ്ടത് അവരാരെടുക്കുന്നു. തറയിൽ കൂടെയൊക്കെ നിരന്നിരുന്ന് കഴിക്കുന്നു. അത്ര തന്നെ. അപ്പം ഉണ്ണി അതിനിടയിൽ കൂടെ എല്ലാവർക്കും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാട്ടോ ഉണ്ണി. അപ്പോൾ ഉണ്ണി എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. എടുക്കാൻ മടിച്ചിരിക്കുന്നവർക്കൊക്കെ. ഞങ്ങളൊക്കെ അവരാറെ പ്ലേറ്റ് എടുക്കുന്നു, വിളമ്പുന്നു, തിന്നുന്നു. അങ്ങനെ കൂട്ടമായിട്ട് വന്ന് സ്റ്റെപ്പേ കൂടെയൊക്കെ ഞാനും മിനി അമ്മും കൂടി ഇരിക്കുന്നത്. ബാക്കി എല്ലാവരും കണ്ട് നിരന്ന് സിറ്റൗട്ടിൽ കൂടെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ കൂടുന്ന ഒരു രസമാണ്. ഇപ്പം കാണുന്നതിനേക്കാട്ടിലും ഭംഗിയാണ് ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ് കാണാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഞങ്ങളുടെ ഒരു ന്യൂ ഇയർ ആഘോഷം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ വിശേഷം.